സെന്ററിക്കുള്ളവരൊക്കെ സെറ്റായോ? കപ്പലണ്ടിയോ? കപ്പലണ്ടി എടി, കപ്പിൾ സെന്ററി. ആ, കപ്പിൾ സെന്ററിക്കുള്ളവരൊക്കെ സെറ്റാണ്. ദോണ്ട് വരുന്ന 2 കപ്പളങ്ങ. എടി, കപ്പിൾസ്. മക്കളെ മാറി നിക്ക്. അതെ, ഇവിടെ ആരാണ്ടിനെ കത്തിക്കണമെന്ന് കേട്ട്. ആ ഉണ്ടമ്മച്ചി, നമ്മൾ ഈ പപ്പാനെ കത്തിക്കുന്നുണ്ട്. അതിനെന്തിനാ പൊക്കിള്? പൊക്കിളല്ല അമ്മച്ചി, കപ്പിള്. അയ്യോ, ഇനി ഞാൻ അത് എവിടെ ഒപ്പിക്കാനാ? അമ്മച്ചി, ഇത് അമ്മച്ചിയുടെ കെട്ടിയോൻ തന്നെയല്ലേ? ഇങ്ങോട്ട് മാറിക്കടി. എന്താടി മക്കളെ സംശയം? ഞാൻ ഇവളുടെ കെട്ടിയോന്നല്ലേ? അങ്ങനെ നോക്കി കണ്ട് പറഞ്ഞു കൊടുക്കടി. ഇത് തന്നെ കെട്ടിയോൻ തന്നെ, ഇത് തന്നെ. ആ, അതാ പറഞ്ഞത്, ഇതാണ് അമ്മച്ചിയുടെ കപ്പിള്. അമ്മച്ചി അപ്പാപ്പനെ കെട്ടിയില്ലേ, അപ്പൊ നിങ്ങൾ കപ്പിളായി. അപ്പൊ ഞാൻ ഇവളെ കെട്ടിയില്ലാന്നെങ്കിൽ കപ്പിളാവത്തില്ലായിരുന്നു അല്ലേ? അതെ, നിങ്ങൾ കപ്പിള് തന്നെയാ. എടി മക്കളെ, എന്റെ കണ്ണ് അത്രയും പിടിക്കത്തില്ല. അതെ അമ്മച്ചി, എനിക്ക് ഇങ്ങേരെ അത്ര പിടിക്കുന്നില്ല. പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഇതിനകത്തേക്ക് ഒന്ന് കേറി കറങ്ങി ഒന്ന് മേളിലോട്ട് പോകണം. ആ മേളിന്ന് താഴോട്ട് വീണാലേ അങ്ങനെ മുകളിലോട്ട് പോകും. എടി എടി മറിയാമ്മ, ഇനി നമുക്ക് ഇവിടെ നിക്കണ്ട, വീട്ടിൽ പോവാം. മനുഷ്യ, കണ്ണ് കാണൂലെങ്കിലും കറക്റ്റ് പെണ്ണുങ്ങളുടെ കൈ തന്നെ ചെന്ന് പിടിച്ചോളണം. നിങ്ങൾക്കേ അവിടേക്ക് പോയി കാണണോ അല്ലേ? വാ മക്കളെ, പ്രിയമുള്ളവരെ, അപ്പൊ നമുക്ക് അടുത്തതായി നമ്മുടെ കപ്പിൾസിനെ ക്ഷണിക്കാം. അവര് വരുന്നത് തൃശ്ശൂരിൽ നിന്നുമാണ്. അത് മാത്രമല്ല, അവര് കുറച്ച് വെറൈറ്റി ആണ്. ഇതില് ഭാര്യ ഭർത്താവായും ഭർത്താവ് ഭാര്യയായിട്ടാണ് ഇന്ന് ന്യൂ ഇയർ കഴിയുന്നവരെ ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഹലോ കപ്പിൾസ്, നിങ്ങളുടെ പേരെന്താണ്? ഞാൻ ശോഭ. ഞാൻ വിജയൻ. വിജയൻ എന്ത് ജോലി ചെയ്യുന്നു? ഞാൻ പാത്രം കഴുകും, ചൂലെടുത്ത് മുട്ടടിച്ചു വാരും, ഇവളുടെ തുണി വരെ അലക്കും. അയ്യോ, അതല്ലേ, താൻ എന്ത് ജോലിക്കാ പോകുന്നേന്ന്? ഞാൻ പോലീസിലാണ്. പോലീസിലോ? കോൺസ്റ്റബിൾ ആയിരിക്കും അല്ലേ? അല്ല, SI. നിങ്ങൾക്ക് നമ്മുടെ ഗെയിമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാലോ. ഇയാൾ എപ്പോഴെങ്കിലും ഈ ന്യൂ ഇയർ ആഘോഷം കഴിയുന്നവരെ പെണ്ണായാലോ താൻ എപ്പോഴെങ്കിലും ആണായാലോ അപ്പൊ തന്നെ നിങ്ങൾ ഈ ഗെയിമിൽ നിന്ന് ഔട്ടാവും. ഞാൻ അങ്ങനെ ഔട്ടാവത്തൊന്നുമില്ല. നീ ഔട്ടാവോടി? പിന്നെ ഞാൻ എങ്ങനെ ഔട്ടാവോ? അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മത്സരങ്ങളൊക്കെ തുടങ്ങാം. അപ്പൊ കപ്പിൾസ് എല്ലാവരും വേഗം വരിക. ഓ, ദാ നമ്മുടെ അപ്പാപ്പുരും അമ്മാമ്മയൊക്കെ വരുന്നുണ്ട്. വാ വാ. ഇത് നന്നെടുക്ക, എടുക്ക. ഒന്ന് പിടിച്ചാണ്. ഓ ഓ, നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ടോപ്പിക് എന്താണെന്നറിയാവോ? വീട്. അതായത് നിങ്ങൾ വീട്ടിൽ എങ്ങനെയാണോ അത് ഇവിടെ പെർഫോം ചെയ്യണം. ചെയ്യണം. വേഗം വേഗം ചെയ്യ്. ഇങ്ങോട്ട് വാടി. എന്താ മനുഷ്യ? ഓഹോ, ഇന്നും നിങ്ങൾ കുടിച്ചിട്ട് വന്നല്ലേ? അതിങ്ങനെ എന്നെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന തെറിയാ. അതുകൂടെ പറയാൻ പറ്റില്ല. ഞാൻ സെൻസർ ചെയ്ത് വെച്ചിരിക്കാ. മനുഷ്യ, നിങ്ങള് ഓ, അപ്പൊ ഇവളും വിളിക്കുവല്ലേ തെറി? അയ്യോ അയ്യോ, ഈ കാൽമാടനെ തല്ലിക്കൊല്ലുന്നേ. അയ്യോ, അടി സീരിയസ് ആവലടി. നിങ്ങളോട് അഭിനയിക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ സീരിയസ് ആയി അടിക്കുന്നേ? ഇയാളെ എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെയാ തല്ലുന്നേ. ഇയാൾക്ക് കൊടുക്കാൻ പറ്റിയ അവസരം ഞാൻ ഒരിക്കലും പാഴാക്കില്ല. ഞാനൊരു SI ആണ്, എന്നെ തല്ലരുത്. നോക്ക് നോക്ക്, ആണായി. നിങ്ങൾ ഈ ഗെയിമിൽ നിന്ന് ഔട്ടായി. അപ്പൊ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ അമ്മച്ചീനെ അപ്പാപ്പനെ വിളിക്കാം. വാ, എടുക്ക്. വായോ, എടുക്ക്. നോക്കട്ടെ. അപ്പൊ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വാ. ഇതങ്ങോട്ട്. ഇതെന്താന്നറിയോ? അമ്മച്ചിയുടെ കണ്ണ് ഞങ്ങള് കെട്ടും. അമ്മച്ചിയുടെ കണ്ണ് കെട്ടും. എന്നിട്ട് അപ്പാപ്പനെ മേക്കപ്പ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ നല്ല രസമുണ്ട്. കണ്ണടി കൂര്. അമ്മച്ചി ഇങ്ങോട്ട് നിന്നാ. പെട്ടെന്ന് എന്തിനാ? ഓ, അമ്മ നന്നായി ചെയ്യുന്നുണ്ട്. അടുത്തടുത്ത് കൈയടിക്കേ. കൊള്ളാം. അതെ, അപ്പാപ്പനൊക്കെ സുന്ദരനായി. അങ്ങനെ നമ്മുടെ അമ്മാമ്മ നമ്മുടെ അപ്പാപ്പനെ മേക്കപ്പ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. നോക്ക്. ഇതെന്താ മനുഷ്യ ഈ കോലം?
ഇത്ര ആൾക്കാരുടെ മുമ്പിലാണാ നിങ്ങൾ ഈ വൃത്തികെട്ട കോലത്തിൽ നിൽക്കണത്? നീയല്ലേ എന്നെ ഒരുക്കിയേ? കൈ വരക്കണ എന്നോട് ലിപ്സ്റ്റിക്കും പൗഡറും കൺമഷിയും തന്നാ ഞാൻ പിന്നെ എങ്ങനെ വരക്കണേ? അപ്പൊ അമ്മച്ചി അപ്പാപ്പനെ അങ്ങോട്ട് മാറി കേട്ടോ. പിന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. 12 മണിക്ക് തന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ കുട്ടിയാക്കൽ ചേട്ടന്റെ മിമിക്രി ഉണ്ട്. അയ്യോ, ബിന്ദു പഠിക്കണോ?